പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല, മദ്രസ് മാത്രമുള്ള ഒരു സമാധാനത്തിലാണ്. ഇന്ന് ചായക്കടി ഞാൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കാന്നാട്ടോ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് അരിപ്പൊടി അവിടെ വാട്ടി റെഡിയാക്കി വെച്ചേക്കണം, ചൂടാറട്ടെ എന്നും കരുതിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തുക്കണു, പിന്നെ കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ചീരുള്ളിയും തേങ്ങയും അതേപോലെ നല്ല ജീരകമൊക്കെ ഒന്ന് മിക്സിയിലിട്ട് കാണ്ട് അടിച്ചിക്കാണ്ട് ചതച്ചിക്കാണ്ടൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കല്. ഞാൻ അങ്ങനെയാണ് ഇട്ടിടുന്നത്. തേങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ്, പിന്നെ കരിഞ്ചീരകവും അങ്ങനെ ഇടുകയാണ്. അങ്ങനെ കാട്ടുകയാണ് കേട്ടോ. ഇത് നല്ലോണം നട കുഴച്ച് വെറ്റിക്കാണ്ട് ഒന്ന് പരത്തിയെടുത്ത് വട്ട് വെച്ചാണ് കേട്ടോ. വലൈക്കും അസ്സലാം. അതാ നമ്മളെ പത്തിരി പൊരിച്ച പത്തിരി, പൊരിച്ച പത്തിരി അല്ല, പത്തിരി പൊരിച്ചാണ് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നല്ലോണം ചട്ടിയാണെങ്കിൽ നല്ലോണം ചൂടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്നാണ് ഒഴിഞ്ഞു. ഇപ്പോൾ ഉള്ളു വന്നിട്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയം. മട്ടത്തിലുള്ള ചൂടായിരിക്കണം എണ്ണ കുറച്ച് ചൂടേറി. അതാ നമ്മളെ പൊരിച്ച പത്തിരിക്കത് കുറച്ച് മൈദപ്പൊടി ഇട്ടിക്കണം. ഞാൻ ഒരുപാട് ചുട്ടെടുക്കാണ്ട് കേട്ടോ. കുറച്ച് ചൂടേറി തിരിച്ച് കുറയ്ക്ക്. അടുത്തുമ്പോൾ കൂടെയൊക്കെ ആകെ ഓരൊക്കെ ഒലിച്ച് ആകേണ്ടതായി. അപ്പം നമ്മളെ കോഴിക്കൊക്കെ തീറ്റയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. തീറ്റയൊക്കെ പാത്രത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. കോഴിത്തീറ്റ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേടിച്ചത്. അറ്റിങ്ങൾ ആ വലിയ വലിയ നൂർക്കാളൊക്കെ തിന്നിക്കാണ്ട് ആ പൊടി അതിൽ അങ്ങനെ മട്ടത്തിൽ തന്നെ അവിടെ ഇട്ടിക്കുകയാണ്. പൊടിയൊന്നും തിന്നണില്ല. പിന്നെ നനച്ച് വെച്ചുകൊടുക്കട്ടെ വെച്ചാൽ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്നിക്കാണ്ട് പാത്രത്തിൽ കിടന്ന് അമ്പും ചേച്ചിയാണ്. അപ്പോൾ നനച്ച് കാണ്ടും വെച്ച് കൊടുക്കില്ല. കുടിച്ചാൽ ലേസം വെള്ളം അവിടെ വെച്ച് കൊടുക്കുന്നല്ലാതെ നനച്ച് കാണ്ടും വെച്ച് കൊടുക്കില്ല. പിന്നെ കോഴിത്തീറ്റ ആകണം കേടരികാരം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഓർക്കുള്ള വെള്ളവും ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിക്കാണ്ട് ഓരൊക്കെ ഒന്നുണ്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. കാരണം ഇപ്പോൾ ഓർക്കിപ്പോൾ തൊടു കൂടിയും കുപ്പി കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അങ്ങനെ ചനക്കി മാതി തിന്നാണ്ട്. ഇതിപ്പോൾ നമ്മളെ കണക്കാക്കിയ കജ്ജോണ്ട് കിട്ടിയിട്ട് തന്നെ വേണ്ടേ. ഇങ്ങനെ കുടിച്ചിട്ടുള്ള ഇത് ഗതിയാട് ഇപ്പോൾ അതാണല്ലോ, അറ്റിങ്ങൾക്കുള്ള ഗതിയാട്. നമുക്ക് കൊടുക്കാനൊക്കെ ഒന്ന് ഒരു നേരം മറന്ന് ചെയ്താൽ പറയും വേണ്ട. അതാ നമ്മളെ അടുപ്പും വീതനൊക്കെയാണ് കുട്ടികളെ. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു കൂട്ടാൻ പറ്റൂല. ചീത്തലുകൊണ്ട് വന്നിട്ട് ആകെ അങ്ങോട്ട് അരപ്പോൾ. ഇപ്പം മഴ ഇല്ല ചുട്ടും തിരിച്ചിട്ടാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചേരാട്ടയൊക്കെ അങ്ങനെ വരിച്ചിട്ടുണ്ട്. അങ്ങേപ്പുറവും ഒക്കെ പറ്റ കുപ്പായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടെ മഴ ഇല്ല വെച്ചിട്ടാണ്ട് തിരിച്ചുകൂട്ടി ഇതാക്കാനൊന്നും പറ്റൂല. വേനൽക്കാലത്ത് തന്നെ തിരിച്ചിട്ടാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചേക്കൊണ്ട് പൗത്ത് കൂടിയിട്ട് വെയിലായാലും വെച്ച പുറത്തേക്ക് ഇറങ്ങാൻ. ഇന്നത്തെ കറി പച്ചക്കറിയും ചിക്കനും ഒക്കെ പാടിട്ട് കള്ള കറിയാണ് കേട്ടോ. പച്ചക്കറിയാണ് കുമ്പളങ്ങി ഉരുളങ്കിഴങ്ങും പിന്നെ വല്ലുള്ളി തക്കാളി തന്നെ. ഉരുളങ്കിഴങ്ങ് ഞാൻ തൊലി കളയാതെ ഇട്ടിരിക്കുന്നത്. കാരണം തൊലി കളഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇങ്ങനെ ആയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവും. അപ്പം ഇതും ചിക്കനും പാടിട്ട് കണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കറി വെച്ച് തൂമ്പിച്ച. അപ്പം നമ്മൾ സെനുട്ടനെന്താ പണിയെന്നാ തിന്നാൻ കൊടുത്ത അപ്പം കാക്കക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാക്കനോട് തിന്നാൻ പറയണം. ഓന് വേണ്ടാന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഓരോ വിരാന്തും കട്ടിക്കുത്തൊക്കെയാണ് ഓന്. പിന്നെ ഇന്ന് ചോറ്റക്ക് ഉപ്പേരി ക്യാബേജാണ്. അപ്പോൾ ക്യാബേജ് നല്ലോണം വെള്ളത്തിലിട്ടച്ചാണ്. ഇത് നല്ലോണം നൗണ്ടി കഴിക്കാണ്ട് പീഞ്ഞെടുത്ത് ചട്ടിക്കിടും. അപ്പം നമ്മളെ കറി ഇതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഉപ്പേരി ഇതാ ആയി തേങ്ങയൊക്കെ ചതക്കി എടുക്കുന്നു. അപ്പം നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഒന്നിട്ട് ഇറങ്ങാം.
അപ്പോൾ ഇന്ന് കുറച്ച് മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ കൂടിക്കണം മുറ്റം നന്നാക്കട്ടെ. പിയമ്മോള് ഓളെ കൂട്ടുകാർ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം കോഴിക്കൊക്കെ നല്ല ഭക്ഷണമാണ്. പൊന്തിച്ചിടിച്ചാ യേശു പൊന്തിച്ചിടിച്ചാ മാറ. ഒരു കടക്കാൻ വേണ്ടി ശൈവക്ക് എടുത്തേക്ക്. ഹലോ ഗൈസ്, നമ്മളെ കൂട്ടുകാരൻ എനിക്കറിയാം. ഇതാണ് നമ്മുടെ നെഷുട്ടി. പിന്നെ ഞമ്മക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് മടിച്ചു ഇവിടെ